കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേയുടെ നിർമ്മാണ പൂർത്തീകരണത്തോടനുബന്ധിച്ച് LDF സർക്കാർ നടത്തിയ കൂട്ടയോട്ടത്തിന്റെ ചെലവ് 91,30,50,000 രൂപ. കിഫ്ബിയിൽ നിന്നാണ് പണം ചെലവഴിച്ചത്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയാണ് കൂട്ടയോട്ടം LDF സർക്കാർ സംഘടിപ്പിച്ചത്. അതേസമയം പരിപാടിക്കെത്തിയ ബോളിവുഡ് താരം മിലിന്ദ് സോമന് 1 രൂപ പോലും നൽകിയില്ല. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, നേരത്തെ പറഞ്ഞതുപോലെ ആ കൂട്ടയോട്ടത്തിന്റെ മുഖമായിരുന്നു മിലിന്ദ് സോമൻ. അന്ന് അന്നത്തെ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത് എന്നും ഓർക്കുന്നു. വലിയ പരിപാടിയായിട്ടാണ് സംഘടിപ്പിച്ചത്. പക്ഷേ ഇത്ര വലിയ തുക ചെലവഴിച്ചിരിക്കുന്നു, മിലിന്ദ് സോമന് പണം നൽകിയിട്ടുമില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? സ്വാതി, അതാണ് LDF സർക്കാരിൻ്റെ അവസാന കാലത്തുണ്ടായ ചില ദൂർത്തിൻ്റെ കണക്കാണ് ഈ പുറത്തു വന്നത്. ഹിൽ ഹൈവേ റൺ എന്ന പേരിലാണ് ഈ മലയോര ഹൈവേയിലൂടെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഈ മലയോര ഹൈവേയുടെ പ്രചാരണാർത്ഥം കിഫ്ബിയിലൂടെ നിർമ്മിച്ച ഹൈവേയുടെ പ്രചാരണാർത്ഥമാണ് അത്തരത്തിലൊരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ആ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത് ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമൊക്കെയായ മിലിന്ദ് സോമനാണ്. മോഡലുമൊക്കെയായ മിലിന്ദ് സോമനാണ് അന്ന് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ, അല്ലെങ്കിൽ കുട്ടിക്കാനം മുതൽ ഓടിയത്. കട്ടപ്പന ഏതാണ്ട് ചപ്പാത്ത് വരെയാണ് ഓടിയത്. 20 കിലോമീറ്റർ ആയിരുന്നു ആ യാത്രയുണ്ടായിരുന്നത്. ആ പരിപാടിക്ക് നടത്തിയ ചെലവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 91,30,50,000 രൂപയാണ് ആ പരിപാടിക്കായി ചെലവഴിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിവരാവകാശ രേഖപ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 91,30,50,000 രൂപയാണ് ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം മുടക്കിയത്. ഇത് കിഫ്ബിയിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. 2026 ഫെബ്രുവരി 22-നാണ് ഈ പരിപാടി അവിടെ സംഘടിപ്പിക്കുകയുമൊക്കെ ചെയ്തത്. ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ പ്രധാനിയായിട്ടുണ്ടായിരുന്നത് ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സർക്കാർ ഏജൻസിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. അവർക്കും 1 രൂപ പോലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രതിഫലമായി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മിലിന്ദ് സോമനും 1 രൂപ പോലും പ്രതിഫലമായി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പിന്നെ ഈ പണം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം 91,30,50,000 രൂപയാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധേയമായി കിഫ്ബിയിൽ ഏതാണ്ട് 32,187 കോടി രൂപയുടെ കടബാധ്യത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ ദൂർത്തൊക്കെ നടക്കുന്നത് എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയം. ഈ കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. അവിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയാണ് അന്ന് ഓട്ടം നടത്തിയത്. 20 കിലോമീറ്ററാണ് മിലിന്ദ് സോമൻ ഓടിയത്. അതിനുശേഷം ചപ്പാത്തിൽ നിന്ന് കട്ടപ്പനയിലേക്ക് ഓപ്പൺ ജീപ്പിൽ പോവുകയായിരുന്നു. ഓപ്പൺ ജീപ്പ് അന്ന് ഡ്രൈവ് ചെയ്തിരുന്നത് മന്ത്രി റോഷി അഗസ്റ്റിനായിരുന്നു. അത്തരത്തിലൊരു പരിപാടിയൊക്കെയാണ് അന്ന് അവിടെ സംഘടിപ്പിച്ചത്. മലയോര ഹൈവേയുടെ പ്രചാരണാർത്ഥം എന്ന നിലയിലാണ് ആ പരിപാടി അന്ന് അവിടെ സംഘടിപ്പിച്ചത്. പക്ഷേ ആ പരിപാടിയിൽ മറ്റെന്ത് ചെലവാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ അറിയേണ്ടത്. മിലിന്ദ് സോമന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇതിൽ സർക്കാർ ഏജൻസിയായ ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും 1 രൂപ പോലും നൽകിയിട്ടില്ല. പിന്നീട് ഈ 91,30,50,000 രൂപ എവിടെ ചെലവായി എന്നുള്ള ഒരു കണക്കാണ്, എവിടെ ചെലവായി എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത്. ആ പണം എവിടെ പോയി, ആ പരിപാടിക്കായി ചെലവാക്കിയ പണം എവിടെയാണ് പോയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ചോദ്യം. സ്വാതി. ശരി.